ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയിലെ 16ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ, കുഞ്ഞിൽ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ ചലനം നിങ്ങൾ നേരിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന സമയമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചലനം അറിയാനായിട്ട് ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കണം. കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യുമ്പോൾ ഇടതുവശം ചേർന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ചലനം കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇത്രയും നാൾ ഉള്ളിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണ് എന്ന് മാത്രമേ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അനങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു ജീവൻ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ പ്രാവശ്യം കുഞ്ഞ് അനങ്ങും തോറും നമുക്ക് അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഫീലിങ്സ് ആയിരിക്കും. പിന്നെ ആ കുഞ്ഞിനെ കാണാനുള്ള ഒരു തിരക്കായിരിക്കും. ചിലർക്കൊന്നും ഇപ്പോഴും ചലനം അറിയാൻ പറ്റുന്നുണ്ടാവില്ല, ആരും വിഷമിക്കേണ്ട. കുഞ്ഞ് വലിപ്പം വെച്ചാണ് വരുന്നത്, നമുക്ക് പയ്യെ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം ഭാരം ഉണ്ടാവും. അതുപോലെ ഒരു 5 ഇഞ്ചോളം വലിപ്പം ഉണ്ടാവും. ഏതാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിൻ്റെ വലിപ്പത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. നമുക്കിനി അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. കുഞ്ഞിൻ്റെ അസ്ഥികളൊക്കെ കട്ടിവെക്കാൻ തുടങ്ങുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെ കട്ടിവെക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ് കുഞ്ഞ് ഓരോ പ്രാവശ്യം അനങ്ങുമ്പോഴും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ചിത്രശലഭം പറന്നു പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പോപ്കോൺ പൊട്ടിത്തെറിക്കുന്ന പോലത്തെയോ എന്തെങ്കിലുമൊക്കെ ഫീലിംഗ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കുഞ്ഞിൻ്റെ അനക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനക്കമൊന്നും ചെറിയ അനക്കങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അത് ബേബീൻ്റെ അനക്കമാണോ എന്താണ് എന്ന് ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആരടുത്തെങ്കിലും ചോദിച്ചാലും അവർക്ക് അതായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയാറ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തലയ്ക്കൊരു നല്ല തല കൊണ്ടാണോ കൈ കൊണ്ടാണോ മുട്ടുകൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല, പക്ഷേ വയറ്റത്ത് നല്ലൊരു ഇടി കിട്ടി. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഫീൽ ചെയ്തു, നല്ല വേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശരിക്കും ഒരു പഞ്ചായിരുന്നു അത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയും എങ്ങനെയായിരുന്നു എന്ന അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ ആ അമ്മയുടെ അരക്കെട്ടിനുള്ളിലെ ലിഗ്മെൻറ്റുകളൊക്കെ വലിപ്പം വെക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിവയറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പിന്നെ അമ്മയുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് നല്ലപോലെ കൂടിയിരിക്കുന്ന സമയമായിരിക്കും ഇത് അവസാന ആഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും 50% കൂടുതലായിരിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും. പിന്നെ ഇനി ഈ ആഴ്ചയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അതിൻ്റെ അളവ് നല്ലപോലെ കൂടുന്ന സമയമാണത്. പിന്നെ മൂക്കിനുള്ളിൽ കുറേ പാളികളൊക്കെ ഉണ്ട്, അതിനൊക്കെ കുറച്ച് വീക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ വീക്കം അനുഭവപ്പെടുന്നതുകൊണ്ട് മൂക്കടപ്പോ മൂക്കിൽ നിന്ന് നേരിയ തോതിൽ രക്തസ്രാവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെന്ന് വരാം. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല, എനിക്കെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിനി കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ 16ാമത്തെ ആഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും ശരീരത്തിനോട് ചേർന്ന് കിടന്ന തല ഉയർത്തിപ്പിടിക്കാവുന്ന വിധത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലെ പേശികളൊക്കെ വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് തല ഇങ്ങനെ പൊന്തിച്ച് പിടിക്കാൻ പറ്റും. ഇങ്ങനെ എത്ര നാൾ ഒട്ടി ഇങ്ങനെ കഴുത്തിനോട് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു, അതിപ്പോൾ നേരെ പിടിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പേശികളുടെ പേശികളൊക്കെ നല്ലപോലെ വികസിച്ച് കഴിഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ ഏതാനും ഭാവങ്ങൾ, ചിരി, കരച്ചിൽ, അങ്ങനെ പല പല പ്രകടനങ്ങളൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ കുഞ്ഞിൻ്റെ ഫേസ് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ താടിയും അതുപോലെ വലിയ വായായിരിക്കും. അതിങ്ങി പേടിക്കണ്ട, വലുതായി വരുംതോറും നമ്മുടെ ഗ്രോത്ത് എത്തുന്തോറും നമ്മുടെ നോർമൽ ഒരു ഇതിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ഇനി കുഞ്ഞിൻ്റെ കണ്ണുകളുടെ പറയാമെന്നുണ്ടെങ്കിൽ കണ്ണുകൾ ഭയങ്കര വലിയ കണ്ണായിരിക്കും, അതിപ്പോഴും അടങ്ങി തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ മെയിനായിട്ട് ലൈംഗിക അവയവങ്ങളൊക്കെ ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ലൈംഗിക നിർണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഈ ആഴ്ചയുടെ സ്കാനിങ്ങിലൂടെ ഈ ഡോക്ടറിന് അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊന്നും നിയമപരമായിട്ട് അത് പുറത്ത് പറയാനുള്ള അവകാശം ഡോക്ടർമാർക്കില്ല. അതുകൊണ്ട് തന്നെ അതാരും നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇന്ത്യയുടെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും.
ഓക്കെ, നമുക്ക് ഇനി ഈ 16-ാമത്തെ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഈ 16-ാമത്തെ ആഴ്ച മുതൽ 18-ാമത്തെ ആഴ്ചയുടെ ഇടയ്ക്ക്, ഈ 3 ആഴ്ചയുടെ ഇടയിലാണ് ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് ഒരു രക്തപരിശോധന അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് പറയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ മാർക്കർ എന്നാണ് അതിനെ പറയണത്. ട്രിപ്പിൾ മാർക്കർ സ്ക്രീനിങ് അല്ലെങ്കിൽ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് എന്നൊക്കെ ആയിരിക്കും ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് മെയിനായിട്ട് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആരോഗ്യം, ഡൗൺ സിൻഡ്രോം ഇതുപോലത്തെ എന്തെങ്കിലും വൈകല്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയണത്. പിന്നെ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഡോക്ടറിനെ കാണണം. അതുപോലെ നിങ്ങളത് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, രണ്ടും ഒരാൾ തന്നെയാണ്, എന്നാലും ആളത് കറക്റ്റായിട്ടൊന്ന് ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഡോക്ടറിനെ കാണുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അതുപോലെ വൈഫ് വിറ്റമിൻ ഗുളികകളെല്ലാം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. കാരണം വിറ്റമിൻ ഗുളിക കഴിക്കുന്നത് വൈഫിനും അതുപോലെ തന്നെ ഉള്ളിൽ വളർന്ന കുഞ്ഞിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഉറപ്പാക്കണം എന്ന് പറയുന്നത്. ഇൻ കേസ് എങ്ങാനും വൈഫ് മറന്നു പോയി കഴിഞ്ഞാൽ അന്ന് കഴിച്ചോ എന്ന് ചോദിക്കാനായാലും നിങ്ങളൊന്നും മടിക്കണ്ട. പിന്നെ ഈ സമയത്ത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ വരുന്നുണ്ട്. ആ അൾട്രാസൗണ്ട് സ്കാനിൽ നിങ്ങളെ മിക്കവാറും ഡോക്ടർമാർ ചിലപ്പോൾ കാണിച്ചു തരും, നിങ്ങളുടെ കുഞ്ഞ് ഇതാണ്, ഇങ്ങനെ അനങ്ങുന്നുണ്ട് എന്നെല്ലാം കാണിച്ചു തരും. അതിന് ആ സ്കാനിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞിൻ്റെ ഹൃദയം ഇടിക്കുന്നതും അതുപോലെ കുഞ്ഞ് വിരൽ കുടിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്